കാശാണ് ചെലവാക്കിയത്. ഇനി നല്ലൊരു ജോലി കിട്ടിയെങ്കില് എല്ലാം ഒന്ന് ശരിയാകൂ. അവന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയില്ലേ? ഇനി അവ ഇവിടെ നിൽക്കോ അതോ തിരിച്ചു പോകാവോ? എനിക്കറിയില്ല. അവിടെ അതൊന്നും പറഞ്ഞില്ല. ഇവിടെ എത്തിയത് മാത്രമാണ് പറഞ്ഞത്. തിരിച്ചു വരികയാണെന്ന് പറഞ്ഞപ്പോ സന്തോഷമായെങ്കിലും ആലോചിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതെന്തിനാ ചായ? മോൻ വരുന്നത് സന്തോഷല്ലേ? എടി, അവന്റെ പഠനത്തിന് എത്ര ചെലവായിന്നോ നിന്റെ വിചാരം? ഇനി കുറച്ച് ഡെപ്പോസിറ്റ് ഉള്ളത് റോസിന്റെ കല്യാണത്തിന് മാറ്റി വെച്ചതല്ലേ? ഇപ്പൊ കല്യാണത്തിനൊക്കെ എന്താ ചെലവ്? ഓർത്തിട്ട് പേടിയാകുന്നു. ഓ, അവള് ചെറുപ്പല്ലേ അച്ചായ. അവള് കായൊത്തിട്ട് അച്ഛൻ ടെൻഷൻ അടിക്കണ്ടെന്നേ. ദിവസം കഴിയുന്തോറും ചെലവ് കൂടി കൂടി വരികയല്ലേ? സ്വർണത്തിനൊക്കെ എന്താ വില? ആ, മോള് കോളേജിൽ പോയോ? ഇല്ല, അവള് തയ്യാറാവുന്നുള്ളൂ. കപ്പേ, ഞാൻ ഇറങ്ങാട്ടാ. മോളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിന്റെ ചേട്ടന് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടെന്ന്. ആണോ? നീ വല്ലതും കഴിച്ചാ? മേശപ്പുറത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിരുന്നു. അവിടെ ഒന്നും കണ്ടില്ല. ഞാൻ കുറച്ച് ചായ കുടിച്ചു. എന്റെ ദൈവമേ, അപ്പോൾ അവിടെ വെച്ച ദോശ ആര് കഴിച്ചു? നീ അമ്മാമ്മയെ കണ്ട? ആ, അവിടെ അടുക്കളയിൽ നിൽക്കണ്ടായിരുന്നു. അതെ, ഞാൻ പോവാ. ദേ, നിങ്ങളുടെ തള്ള ഇവിടെ എന്ത് വെച്ചാലും എടുത്ത് തിന്നു. അതിന്റെ വയറ്റില് കൊക്കപ്പുഴു വല്ല സമ്മേളനം നടത്താന്നാ തോന്നണേ. എടി, പതുക്കെ പറ, അയൽപ്പക്കാര് കേൾക്കും. ഇനി ഒന്നും ബാക്കിയില്ലേ? മോൻ വരുമ്പോ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ആ, കുറച്ച് ബീഫ് എടുത്ത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേവിക്കാത്തതുകൊണ്ട് അത് ബാക്കി വെച്ചോ തള്ള. എടി, ആ കലത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന മീൻ പൊരിച്ചത് ഞാൻ എടുത്തോട്ടെ? എന്റെ പൊന്നെ, അത് മീൻ പൊരിച്ചതൊന്നുമല്ല, തുരുമ്പ് പിടിച്ച പിച്ചാത്തിയാ. ഇനി അത് എടുത്ത് വിഴുങ്ങണ്ട. ദാ മോനെ, ഇവിടെ എന്നെ കൊല്ലാൻ വേണ്ടിട്ടേ തുരുമ്പ് പിടിച്ച പിച്ചാത്തി കലത്തിന്റെ മുകളിൽ വെച്ചിരിക്കുക. ഞാൻ ഇപ്പൊ തന്നെ അത് വിഴുങ്ങിയേനെ. ഈ തള്ള എല്ലാവരുടെയും മുന്നിൽ നമ്മൾ നാണം കെടുത്തു. അന്ന് അഗതി മന്ദിരത്തിൽ നിന്ന് സംഭാവനയ്ക്ക് വന്നപ്പോ ഇതിനെ സംഭാവനയായിട്ട് കൊടുത്താൽ മതിയായിരുന്നു. എടിയേ, എന്റെയും എന്റെ കെട്ടിയോന്റെയും സംഭാവനയാണ് ഈ നിൽക്കുന്ന നിന്റെ കെട്ടിയോൻ. അത് നീ മറക്കണ്ട. ആരെ ഈ നേരത്ത് ചൂട് ചായയായിട്ട് വരുന്നത്? ആ, എന്തേലും ആവട്ടെ, ഒരു ഗ്ലാസ് എടുത്തോ. ഓ, അത് ചൂട് ചായ ഒന്നും അല്ല. ആ സാബു ചൂട് ചായനെ വിളിച്ചതാ. എന്താ എല്ലാവരും ഉണ്ടല്ലോ, എന്താണ് ചർച്ച? ഞങ്ങളുടെ മോൻ മൈക്കിളേ, അവൻ വരുന്നുണ്ട്. ആ കാര്യം പറഞ്ഞു നിന്നതാണ്. മൈക്കിൾ വരുന്നുണ്ടോ? വരുമ്പോൾ സാധനം കൊണ്ടുവരാൻ പറയണം. അമേരിക്കയിൽ നിന്ന് വാങ്ങിയാൽ മതിയെന്ന് പറയണം. ഇവിടുത്തെ സാധനം കഴിക്കാൻ കൊള്ളത്തില്ലെന്നേ. അതൊന്നും ഇനി നടക്കില്ലടാ. അവൻ നാട്ടിലെ എയർപോർട്ടിലെത്തി. അവൻ എന്ത് പണിയെ ചെയ്ത് അമേരിക്കൻ സാധനം അടിക്കാമെന്ന് ആശിച്ചോണ്ട് പോയി. ആ, മിസ്സിൽ അടിച്ചു. ഞാൻ പോട്ടെ. നീ കണ്ട ഏതൊരു വിസലടിച്ചപ്പോളേ അവൾ ഇറങ്ങി പോകുന്നത്? എന്റെ അമ്മേ, അത് ഇറച്ചി വന്നപ്പോ കുക്കർ വിസിലടിച്ചതാണ്. ഇറച്ചി എന്തോ? എന്നാ ഞാനും വരുന്നു. മുഴുവൻ തിന്നല്ലേടി, എനിക്ക് വെച്ചേക്കണേ. അമ്മ അവിടെ നിന്നേ, അത് അമ്മയ്ക്ക് തിന്നാനുള്ളതല്ല. മൈക്കിൾ വരുമ്പോ അവൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. സാബു, ഞാനിപ്പോ വരാം. കണ്ടില്ലേ പെണ്ണിന്റെ വാലെ തൂങ്ങി പോകുന്നത്? തലയണ മന്ത്രത്തിന്റെ ഒരു ശക്തിയേ. സാബുവേ, എനിക്ക് ഈടെയായി തീരെ വിശപ്പില്ല. ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലെന്നേ. അത് അച്ചായം പറഞ്ഞപ്പോഴേ തോന്നി ഒന്നും കഴിക്കുന്നില്ലെന്ന്. അത് അവള് പറഞ്ഞു കൊടുക്കട്ടേടാ. അവൾ എന്ന് ഈ വീട്ടിന് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ചേട്ടത്തി? എന്നും പള്ളിയിൽ പോയി കുർബാനയൊക്കെ കാണുന്നതല്ലേ? കുർബാനയ്ക്കൊക്കെ പോവാറുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒന്നിച്ച് കൂടും. പ്രാർത്ഥിക്കാനോ? അല്ലടാ, ഞങ്ങൾ അമ്മമാരൊരുമിച്ച് കൂടി മരുമക്കളുടെ അക്രമത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും അവർക്ക് എങ്ങനെ ഒരു പണി കൊടുക്കാമെന്നുള്ള ചർച്ച. അപ്പൊ പരദൂഷണം തന്നെ. ഇതിനും നല്ലത് വീട്ടിലിരുന്ന TV സീരിയൽ കണ്ടാ പോരെ? അയ്യോ, അത് പറ്റില്ല. അവളും TV സീരിയൽ കാണുന്നതല്ലേ. എല്ലാ വീട്ടിലും ഇതേ പ്രശ്നം തന്നെ. ഈ അമ്മായിമ്മയും മരുമക്കളും ഇങ്ങനെ തമ്മിൽ തല്ലാനാണല്ലോ ദൈവം സൃഷ്ടിച്ചത്.
അത് ദൈവം എല്ലാം കണ്ടറിഞ്ഞ് സൃഷ്ടിച്ചതാണ്. ഈ ആണുങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്വബോധവും വീണ്ടും വിചാരമൊക്കെ ഉണ്ടാവാനേ. അതെങ്ങനെ? അതായത് ഞാനും മരിയും വീട്ടിലുണ്ടെങ്കിലേ അവ അധികമൊന്നും കറങ്ങി നടക്കില്ല. അവൻ എപ്പോഴും ഈ വീടിന്റെ കാര്യം മാത്രം ചിന്തിക്കും. നേരെങ്ങാനും വൈകിയാൽ വീട്ടിലുള്ള സാധനങ്ങളുടെ എണ്ണം കുറയുമെന്ന് അവനറിയാം. ഓ, വല്ലാത്തൊരു ജീവിതം. അച്ചായൻ ജീവിച്ചിരിക്കുന്നത് ഒരു അത്ഭുതമാണല്ലോ. അത് പറഞ്ഞപ്പോഴാണ്, എന്തായി നിന്റെ കല്യാണാലോചന? വല്ലതും ശരിയായോ? എവിടെന്ന്? ഒന്നും ശരിയാകുന്നില്ല. നിനക്കിപ്പോ എത്ര വയസ്സായടാ? ഇതേതാ മാസം? നവംബർ. അടുത്ത നവംബർ 30 ആകും. എടാ, നീ ശനിയും ഞായറും കൂട്ടാതെയാണോ വയസ്സ് പറയുന്നത്? എന്താ ചെയ്യാ, കല്യാണം നടക്കണ്ടേ? കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് 30. പിന്നെ ചേട്ടത്തി ഈ ഗൂഗിൾ മാപ്പ് കണ്ടുപിടിക്കാൻ വൈകിയതാണ് പ്രശ്നമായത്. അതെന്താടാ, ഗൂഗിൾ മാപ്പാണോ നിന്റെ കല്യാണം നടത്തുന്നത്? അത് ചേട്ടത്തി 7 വർഷം മുമ്പ് എന്റെ നല്ല പ്രായത്തിൽ ഒരുപാട് ആലോചന വന്നതാണ്. എന്റെ വീട് റോഡിൽ നിന്ന് അല്പം ഉള്ളിൽ പോയിട്ടാണല്ലോ. അപ്പൊ അവരെന്താ വീട് കാണാതെ പോയോ? അതല്ല, അവര് കാണാൻ വരുമ്പോ 2 വീട് അപ്പുറത്തോ ഇപ്പുറത്തോ ചോദിക്കും സാബുവിന്റെ വീട് ഏതാണെന്ന്. എന്തേ, അവര് വീട് പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു കൊടുക്കും. സാബുവിന്റെ വീട്ടിലേക്കാ കല്യാണാലോചനയാണോ? ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഒന്ന് അന്വേഷിച്ച് നടത്തിയാ മതി. ദുഷ്ടന്മാര്, എല്ലാത്തിന്റെയും കാല് തല്ലി ഒടിക്കണം. ആ, എങ്കിൽ ചേട്ടത്തിയുടെ കാല് പിടിക്കണം. 2 കല്യാണം ചേട്ടത്തി മുടക്കിയിട്ടുണ്ട്. നീ എന്താ ഈ പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അല്ല, അന്ന് ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ പെൺവീട്ടുകാർക്ക് എന്റെ വീടിന്റെ ലൊക്കേഷൻ അയച്ചാൽ അവർ ആരോടും ചോദിക്കാതെ വീട്ടിൽ വന്ന് കയറിയേനെ. അച്ചായ, മൈക്കിൾ വന്നു. മോനെ, കേറി വാടാ. എത്ര നാളായി കണ്ടിട്ട്. മോനെ, നീ അവിടെ ഒന്നും കഴിക്കുന്നില്ലേ? വല്ലാതെ ക്ഷീണിച്ചല്ലോ. അവന് ക്ഷീണമൊന്നുമില്ല. ഇതെല്ലാ അമ്മമാരും പറയുന്നതാ. നിന്റെ കോഴ്സ് എല്ലാം കഴിഞ്ഞോ? അവിടെ ജോലി വല്ലതും ശരിയായോ? അതോ നീ ഇനി തിരിച്ചു പോകുന്നില്ലേ? എല്ലാം പറയാം. ആ നാട്ടിൽ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ടുമായി ബിസിനസ് തുടങ്ങാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് ബിസിനസ്സോ? അങ്ങനെ ഒന്ന് തുടങ്ങാൻ ഒരുപാട് പണം വേണ്ടേ? നീ ഇത് എങ്ങനെ തുടങ്ങാനാണ്? ആ കാര്യം തീരുമാനിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഡാഡി, എനിക്ക് കുറച്ച് ക്യാഷ് ഒന്ന് സഹായിക്കണം. ഒരു 50 lakhs. നീ എന്തായി പറയുന്ന മോനെ? ഇത്രയും കാശ് എവിടുന്ന് കിട്ടാനാ? പിന്നെ അമേരിക്കയിലോട്ട് പഠിപ്പിക്കാൻ തന്നെ എത്ര ചെലവായി? ഇനി കുറച്ച് ഡെപ്പോസിറ്റ് ഉള്ളത് മോളുടെ കല്യാണത്തിന് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്ത് ഒടുവിൽ നിന്റെ ഫ്രണ്ട് നിന്നെ പറ്റിച്ചാല് ഇവിടെയുള്ള ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് അവന് നല്ല വിശ്വാസമാണ്. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. എനിക്ക് എന്തായാലും പണം ആവശ്യമാണ്. അതുമായി ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. അതിന് ഇത്രയും വലിയ സംഖ്യ എവിടെ നിന്ന് കിട്ടാനാണ്? എന്റെ കയ്യിലൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം. കല്യാണത്തിന് കരുതി വെച്ച ഡിപ്പോസിറ്റ് എനിക്ക് തന്നിട്ട് വീടും സ്ഥലവും റോസിന് എഴുതി കൊടുത്തോ. എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. എടാ, നീ എന്താ ഈ പറയുന്നേ? ഇനി നീ ഇവിടേക്ക് തിരിച്ചു വരുന്നില്ലേ? മോനെ വേണ്ടടാ, നീ ഇനി തിരിച്ചു പോണ്ട. ഇത്രയും കഴിഞ്ഞാൽ നീ തിരിച്ചു വരുന്ന ആശിച്ച് സന്തോഷിച്ചിരിക്കുന്നു. നീ നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല. എടാ മൈക്കിളെ, നീ ഇങ്ങനെ ഒന്നും പറയല്ലേ. ഇവർ വയസ്സായി വരികയല്ലേ. ഇവരെ സംരക്ഷിക്കേണ്ടത് നിന്റെ കടമയല്ലേ. എന്നെ ആരും ഉപദേശിക്കണ്ട. ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ താല്പര്യമില്ല. എനിക്ക് ആരെയും വേണ്ട. ഞാൻ സ്വതന്ത്രമായി അവിടെ സന്തോഷത്തോടെ ജീവിക്കും. എന്റെ മോനെ, വേണ്ട, അവനെല്ലാം തീരുമാനിച്ചില്ലേ. ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കില്ലേ. നീ ജനിച്ചപ്പോ ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നോ? ഞങ്ങളെ വയസ്സുകാലത്ത് സംരക്ഷിക്കാൻ നീ ഉണ്ടാകുമെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. ഇനി നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക. മാതാപിതാക്കളെയും സ്വന്തക്കാരെയും ധിക്കരിച്ച് മൈക്കിൾ തനിക്ക് കിട്ടിയ സമ്പാദ്യവുമായി
അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. തീരുമാനിച്ച പോലെ അവിടെ അവൻ്റെ സുഹൃത്തുമായി ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങി. എന്നാൽ അവർ ആഗ്രഹിച്ചതുപോലെ ബിസിനസ് വളർന്നില്ല. എന്ന് മാത്രമല്ല, ദിവസം കഴിയുന്തോറും കൂടുതൽ നഷ്ടങ്ങളിലേക്ക് അത് കൂപ്പുകുത്തി. വലിയൊരു കടബാധ്യത അവരിലേക്ക് വന്നു ചേർന്നു. എന്നാൽ മൈക്കിളിന്റെ സുഹൃത്ത് ആ നാട്ടുകാരനായതുകൊണ്ട് സ്വാധീനം ഉപയോഗിച്ച് എല്ലാ ബാധ്യതകളും മൈക്കിളിന്റെ പേരിലാക്കി അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒടുവിൽ ഒരു വലിയ കടബാധ്യത ആയതോടെ മൈക്കിൾ ജയിലിലുമായി. തൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ജൂഡും കുടുംബവും ഇതറിഞ്ഞു. ബാധ്യത തീർത്താൽ മാത്രമേ അവനെ ഇനി നാട്ടിലെത്തിക്കാൻ കഴിയൂ എന്നവർ മനസ്സിലാക്കി. ഒരു വഴിയും തന്റെ മുന്നിലില്ലാത്തത് കൊണ്ട് ആ വീടും സ്ഥലവും വിറ്റ് ബാധ്യത തീർത്ത് അവർ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റി. മാസങ്ങൾക്ക് ശേഷം മൈക്കിൾ തിരിച്ച് ആ വീട്ടിലേക്ക് വരികയാണ്. ഡാഡി, മമ്മി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. എൻ്റെ തെറ്റായ തീരുമാനം നമ്മുടെ എല്ലാ സമ്പത്തും വീടും നഷ്ടപ്പെടുത്തി. എന്നോട് ക്ഷമിക്കണം. എല്ലാം നഷ്ടപ്പെട്ടാലും നിന്നെ ഞങ്ങൾക്ക് ലഭിച്ചില്ലേ? അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം.